പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരു ഞായറാഴ്ച ദിനം, ആദ്യത്തെ ഓഗസ്റ്റ് മാസത്തെ ആദ്യത്തെ ഞായറാഴ്ച പലരും പറഞ്ഞു, വെച്ചാൽ ഇത്തവണ 15 നോമ്പ് ഞങ്ങൾ ശക്തമായിട്ട്, ഞങ്ങളങ്ങനെ 15 നോമ്പൊന്നും എടുക്കാറില്ല എന്നൊക്കെ പറഞ്ഞതാണ്. ഇത്തവണ ഞങ്ങൾ എന്തായാലും എടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പലരും പറഞ്ഞു കുറച്ച് സാധനങ്ങൾ മീൻ ഇറച്ചിയൊക്കെ ഫ്രിഡ്ജിലുണ്ട്, അത് കളഞ്ഞാൽ സാധനമില്ല വെച്ചാൽ ഇത്തവണ എടുത്തിട്ടുള്ള കാര്യമുള്ളൂ എന്ന്. അങ്ങനെ ചില തീരുമാനങ്ങൾ, ചില നഷ്ടങ്ങൾ വന്നാലും നമ്മൾ ചില ആത്മീയ ഉപദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹമായിട്ട് തീരും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഏശയ്യ 43:10. അവിടെ വചനം പറയാണ്, കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്, എന്നെ അറിഞ്ഞ് വിശ്വസിക്കുവാനും ഞാനാണ് ദൈവമെന്ന് ഗ്രഹിക്കുവാനും ഞാൻ തിരഞ്ഞെടുത്ത ദാസൻ. അപ്പം നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. ഈശോ പറയാണ്, ഇന്ന് നമ്മളോട് പറയുന്നത് ഈ ഒരു പുതിയ നിയമ പശ്ചാത്തലത്തിൽ, പുതിയ നിയമ ജനതയോട് ഈശോ പറയാണ്, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. ഇപ്പം നോമ്പിൻ്റെ കാര്യം തന്നെ അതൊരു സാക്ഷ്യമാണ്. ഈ കാലഘട്ടത്തിൽ 15 നോമ്പെന്നോ അല്ലെങ്കിൽ 8 നോമ്പെന്നോ 25 നോമ്പെന്നോ 50 നോമ്പ് പോലും നോക്കാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. അവർ ചിലപ്പോൾ ഫങ്ഷൻസ് വയ്ക്കും, കല്യാണം വയ്ക്കും, ബർത്ത്ഡേ വയ്ക്കും, എന്നിട്ട് അത് വെക്കണോണ്ട് കുഴപ്പമില്ല, എന്നിട്ട് എല്ലാ വിഭവങ്ങളും നൽകും. അപ്പോൾ നമ്മൾ അവരുടെ മുൻപിൽ നമ്മൾ അയ്യോ അവർക്ക് വിഷമാവും വിചാരിച്ചിട്ട് അത് കഴിക്കരുത്. കാരണം നമ്മുടെ പരിശുദ്ധ സഭ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്, ചില കാലഘട്ടത്തിൽ നോമ്പിൻ്റെ സീസണാണ്, ബർത്ത്ഡേ ആഘോഷമാണ്, പോകുന്നതുകൊണ്ട് വിരോധമില്ല. കൃത്യമായിട്ട് പറഞ്ഞു, അയ്യോ ഞാൻ മീറ്റ് കഴിക്കില്ല കേട്ടോ, ഞാൻ ഫിഷ് കഴിക്കില്ല കേട്ടോ. ഈ കാര്യത്തിൽ പ്രിയ സഹോദരങ്ങൾ, നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ നമുക്ക് മാതൃകയാണ്. അവർ നോമ്പിൻ്റെ സമയത്ത് എന്തെന്നൊക്കെ പറഞ്ഞാലും സമ്മതിക്കില്ല സഹോദരങ്ങളെ. സാധാരണ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, ഞാൻ ഈ ഏങ്ങണ്ടിയൂർ ഭാഗത്തേക്ക് ആയതുകൊണ്ട് ഞാൻ ആ കുട്ടികളെ കണ്ടിട്ടുണ്ട്. 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ നോമ്പിൻ്റെ സമയത്ത് കൃത്യമായിട്ട് നോമ്പെടുക്കുന്നവർ. നമുക്ക് ഒരു പരിശുദ്ധമായ ഈ 15 നോമ്പിൻ്റെയൊക്കെ സമയത്ത് മത്സ്യമാംസങ്ങൾ പോലും അയ്യോ അവർക്ക് വേദനയാകും എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുമ്പോൾ ഈശോയെ നമ്മൾ എത്രയോ താഴെ തട്ടിലാണ് പ്രിയ സഹോദരങ്ങളെ ഈശോയുമായിട്ടുള്ളൊരു സൗഹൃദത്തെ നാം കാണുന്നത് എന്ന് നമ്മളൊന്ന് ആത്മശോധന ചെയ്യുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട്, അതായത് അവനൊരു എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും കർത്താവേ നോമ്പെടുത്തിട്ടുള്ള കാര്യമുള്ളൂ ശക്തപരം. അത് മത്സ്യമാംസത്തിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ, നമ്മൾ സോഷ്യൽ മീഡിയയുടെ ആണെങ്കിൽ ഏത് ഈശോയിലേക്ക് ഒരു പടി കൂടി അടുക്കുന്നതിന് തടസ്സമായിട്ട് എന്തൊക്കെ അന്ധകാരപീഠയുണ്ടോ അതിനൊക്കെ എതിർത്ത് തോൽപ്പിക്കാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.